ഹായ്, ഇന്ന് വന്നിട്ടുള്ളൊരു ബ്ലൗസ് കട്ടിങ്ങാണ്. ഇത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ബാക്ക് വശം നല്ല റൗണ്ട് വേണം. പക്ഷേങ്കിൽ നമ്മളെ ഷോൾഡർ ഇറങ്ങിപ്പോവാതെ ഇരിക്കുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ബാക്ക് വശം നല്ല റൗണ്ട് ആക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് നെക്ക് ലെങ്ത്ത് ഇവിടെ 3 ആണെങ്കിൽ നമുക്ക് ആ 3 തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ 3 താഴെയും കൊടുത്താൽ നമുക്ക് താഴെ ഡെപ്ത്ത് കിട്ടൂല. നമുക്കറിയില്ല നമ്മളെന്ത് ചെയ്യും. നമുക്ക് വലിയ കഴുത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഷോൾഡറിന് നെക്ക് വെടുത്ത് 3.5 തന്നെ കൊടുത്ത് താഴെ 3.5 കൊടുത്തു കഴിഞ്ഞ് ബാക്കി എല്ലാം കറക്റ്റ് പോലെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ടിങ് കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഷോൾഡർ വന്ന് നമ്മളെ ബ്ലൗസ് ഇറങ്ങി പോകുന്ന പോലെ തോന്നും. പിന്നെ നമ്മളതിങ്ങനെ വലിച്ചോട്ടും മേലോട്ടാക്കേണ്ടി വരും. അതിന് ബദൽ നമുക്ക് എത്രയാണോ നമ്മളെ നെക്ക് വെടുത്ത് വിടാം അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് താഴെ നമ്മളെന്ത് ചെയ്യുക, ഞാൻ ഇവിടെ കൊടുത്തത് 3 ഇഞ്ചാണ്. ഇവിടെ ഞാൻ കൊടുത്തത് എനിക്ക് കുറച്ച് നല്ല റൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3.5 ഇഞ്ച് കൊടുത്തു. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചത്. ഇത് ഞാൻ 3 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയത്. പിന്നെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കെല്ലാം കറക്റ്റ് തന്നെ വരണം. ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. ആ 3 ഇഞ്ചിൽ നിന്ന് താഴോട്ടെത്തുമ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. ഈ 1/2 ഇഞ്ചിലാക്കിയ ശേഷം റൗണ്ടിൽ ഇങ്ങനെ വരച്ചാൽ നമുക്ക് റൗണ്ട് ഇറക്കം നല്ല പറയേണ്ട വീതിക്ക് താഴ്വശവും കിട്ടും. ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. അന്നേരം നമ്മളെ ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കറക്റ്റ് നമ്മളെ എത്രയാണ് ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4 ഭാഗം ഇടുക. 4 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്രയാണ് ചെസ്റ്റ് റൗണ്ട് 39 ആണ്. 39/4 ഇട്ടിട്ട് നമുക്ക് കിട്ടുന്നത്ര 9.25 ആയിരിക്കും. ആ 9.25 ഇവിടെയും കൊടുത്ത് 2 ഇഞ്ച് ഇങ്ങോട്ട് തയ്യൽ തുമ്പും. ഈ 2 ഇഞ്ച് നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ചെയ്യുമ്പോഴാണെങ്കിൽ 9.25, അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഈ 1/2 ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ തുണിയും നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൗസ് പീസും രണ്ട് തരത്തിലെ തുണിയാണെന്നുള്ള വരിക. അന്നേരം നമ്മൾ അതേ ഇതിൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു ടൈറ്റ് വരും. അത് ടൈറ്റ് വരാണ്ടിരിക്കാനാണ് നമ്മൾ 1/2 ഇഞ്ച് കൂടി ഇവിടെ 9.25 ഇവിടെ 1/2 ഇഞ്ചും കൂടിയും കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 8 ആണെങ്കിൽ ഇവിടെ 8.5 ഇഞ്ച്. അങ്ങനെ നമ്മളിപ്പോൾ ലൈനിങ് വെക്കാത്ത ബ്ലൗസ് ആണെങ്കിൽ ഈ 8 ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കണം. ഈ ബാക്കി നമുക്കിത് ബാക്കിയെല്ലാം സാധാരണ പോലെ. പിന്നെ താഴെ വേസ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ഈ 1/2 ഇഞ്ച് നമുക്ക് ഡാർട്ട് നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതും കൂടി നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇവിടെ ഡാർട്ട് വരയ്ക്കേണ്ടത്. ഡാർട്ട് കണ്ടെത്തി നമ്മളെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കിവിടെ എത്രയാണോ ഡാർട്ട് വേണ്ടത് അത് നമുക്ക് കിട്ടും. ഞാൻ സാധാരണ കട്ട് ചെയ്യട്ടെ. ഇവിടെ ഞാൻ രണ്ട് തരത്തിൽ കാണുന്നത്. ആദ്യം 6 ഇഞ്ച് നമ്മൾ കൊടുത്തതിന് ശേഷം ആം റൗണ്ട് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് 9 കിട്ടുന്നില്ല. അന്നേരം 1/2 ഇഞ്ചും കൂടി കൊടുത്താൽ 6.5 ഇഞ്ചില്ലാന്ന് ഇവിടെ എനിക്ക് ഷോൾഡർ 6 ഇഞ്ചാണെങ്കിലും ഇവിടെ ഞാൻ 6.5 ഇഞ്ചല്ലേ കൊടുത്തതിന് ശേഷം എനിക്കിവിടെ അളന്നേരം 9 ഇഞ്ച് കിട്ടി. അതാണ് ഇങ്ങനെ 2 ലൈനുകൾ കണ്ടത്. ഇനി ഞാനിത് കട്ട് ചെയ്യട്ടെ.